ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു തേങ്ങ ചേർക്കാത്ത ഒരു വെള്ളരിക്ക കറിയും പിന്നെ വഴുതനങ്ങയും പൊട്ടറ്റോ ഒക്കെ ചേർത്തിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ് കാണിക്കുന്നത് കേട്ടോ. വളരെ സിമ്പിൾ ഒരു റെസിപ്പിയാണിത്. അപ്പം കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സിമ്പിൾ മെഴുക്ക് പുരട്ടി, അതായത് വഴുതനങ്ങയും ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ടുള്ള മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടായിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഞാൻ അതിൽ കുറച്ച് ഉപ്പാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അത് പിന്നെ പെട്ടെന്ന് ആദ്യം നമ്മൾ കടായി എടുക്കുമ്പോൾ ഇത് നോൺ സ്റ്റിക്ക് അല്ല, അപ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണയിൽ അങ്ങനെ കുറച്ച് ഉപ്പ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കിലോ വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ പച്ച വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വയലറ്റ് വഴുതനങ്ങ എടുക്കാം കേട്ടോ. അതിങ്ങനെ നീളത്തിൽ അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നന്നായിട്ട് സോപ്പിട്ട് കഴുകിയതിൻ്റെ ശേഷം വഴുതനങ്ങ അരിഞ്ഞെടുക്കുക. അരിഞ്ഞിട്ട് വീണ്ടും വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ആ കറയൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം ഊറ്റിയെടുത്തതാണത്. ഒരു 2-3 സ്പൂൺ എണ്ണയൊക്കെ ഒഴിച്ചാൽ മതി കേട്ടോ. പൊട്ടറ്റോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. അതിനോടൊപ്പം തന്നെ അത് ഒരു 1/4 ഭാഗം ഒന്ന് വെന്ത് കിട്ടുകയും വേണം. ഞാനിപ്പോൾ ഇത് ഒരു 3-4 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് കറിക്കുള്ള കഷ്ണങ്ങളൊക്കെ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളരിക്ക ഒരു 400-500 ഗ്രാമോളം ഉണ്ടായിരിക്കും. അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കഷ്ണമാക്കാം. ഇനി നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. തൊലിയൊക്കെ കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി വെക്കാം. ഇപ്പോൾ ഇതാ വെള്ളരിക്കൊക്കെ കഷ്ണമാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 ഉരുളക്കിഴങ്ങ് എടുത്താൽ മതിയാവും, അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനനുസരിച്ച് എടുത്താൽ മതി. ഇത് വഴുതനങ്ങ മാത്രം വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി അതിന് ശേഷം ഇതിലേക്ക് ആ വഴുതനങ്ങ കഴുകി വൃത്തിയാക്കിയത് ചേർക്കുക. ആവശ്യത്തിന് മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർക്കുക. മുളക് പൊടി ഇപ്പോൾ ഞാൻ ലാസ്റ്റിലാണ് ചേർക്കുന്നുള്ളൂ. അപ്പോൾ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. വഴുതനങ്ങ വെന്ത് കുഴഞ്ഞു പോകാത്ത രീതിയിൽ 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. കൂടുതൽ നേരം വേവിക്കരുത്, പിന്നെ വഴുതനങ്ങയൊക്കെ അങ്ങനെ പേസ്റ്റ് പോലെയാവും. ഇനി അതിൻ്റെ അടപ്പ് തുറന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം അത് തുറന്ന് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കുക. മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒരു 3-4 മിനിറ്റ് വെച്ചിട്ട് ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുന്നതെങ്കിൽ ലേശം മല്ലിപ്പൊടി, അധികം ചേർക്കരുത്, ലേശം മല്ലിപ്പൊടി കൂടി ചേർക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് ഓപ്ഷനിലാണ്. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ സൂപ്പർ ടേസ്റ്റുള്ളൊരു മെഴുക്ക് പുരട്ടി റെഡിയായി. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണത്. അപ്പോൾ പുളിയുള്ള ഏത് കറിയുടെ കൂടിയും ഈ ഒരു മെഴുക്ക് പുരട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഒരേ സമയം 2 അടുപ്പത്ത് വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് തുവരപ്പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട്. അതൊരു കുക്കറിലിടുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് പറഞ്ഞാൽ ഒരു 1/2 കപ്പൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി. കാരണം വെള്ളരിക്കയിൽ നല്ല ജലാംശം ഉള്ളതാണ്. അപ്പോൾ ഇനി വെള്ളത്തിൻ്റെ ഇത് കൂടി പോകണ്ട. അതിലേക്ക് ആ വെള്ളരിക്ക കൂടി ചേർക്കുക. പിന്നെ നല്ലൊരു പഴുത്ത തക്കാളി കൂടി ചേർക്കുക. അപ്പോൾ വെള്ളരിക്ക പറഞ്ഞാൽ അതിന് ചെറിയൊരു പുളി ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഒരു തക്കാളി ചേർത്താൽ മതി. ഞാനിപ്പോൾ നല്ല പഴുത്തൊരു തക്കാളിയാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണിൽ കുറവായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ലേശം മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി അധികം ചേർത്തിട്ടില്ല, ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും. പിന്നെ ലേശം കറിവേപ്പില, പിന്നെ പച്ചമുളക്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള പച്ചമുളക് ഇരുന്നിട്ട് പഴുത്ത മുളകായി പോയി. ശരിക്കും നല്ല പച്ചമുളക് തന്നെയാണ് ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പച്ചമുളകും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതിയാവും. അപ്പോൾ ഇനി ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു തുറന്ന് വെച്ചിട്ട്. പിന്നെ അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ മെഴുക്ക് പുരട്ടിയൊക്കെ റെഡി ആയിരിക്കുന്നു. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഈ കടായി ഇങ്ങനെ മുഴുവനായിട്ട് ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാതിരിക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ വെള്ളം വീണിട്ട് ഈ പൊട്ടറ്റോ ഒക്കെ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ സോഫ്റ്റായി പോവും. ആ കയ്യിൽ അതിൽ വെച്ചിട്ട് കുറച്ചൊന്ന് തുറന്നിട്ട് അടച്ചു വെച്ചാൽ മതിയാവും. അപ്പോൾ ഇതാ പ്രഷറൊക്കെ പോയി. ഇനി ഇത് തുറക്കാം. അപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്, കണ്ടില്ലേ? പരിപ്പ് ഇങ്ങനെ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, വല്ലാതെ അങ്ങനെ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അതുപോലെ അങ്ങനെയും വേവിക്കാം കേട്ടോ. 1 മിനിറ്റും കൂടി കൂടുതൽ നേരം വെച്ചാൽ മതിയാവും. ഈ കഷ്ണങ്ങൾ ഒന്ന് വേണമെങ്കിൽ ഒന്ന് ഉടച്ച് ചേർക്കാം.
കറിക്ക് നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടും. അപ്പോൾ ആ കഷ്ണങ്ങളും പരിപ്പൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉരച്ച് ചേർക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ചെറിയൊരു കൊഴുപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർക്കാം. അപ്പോൾ കറിയൊക്കെ റെഡിയായി. ഇനി ഇതിലേക്കുള്ള വറവ് ഇടാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. പിന്നെ ആവശ്യത്തിന് കടുക് ചേർക്കാം. ഒരു 3/4 ടീസ്പൂൺ കടുക് പൊട്ടി വരുമ്പോൾ ഒരു 2 ഉണക്കമുളക്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക. അപ്പോൾ എത്രയേ ഉള്ളൂ വറവ്, അതിലേക്ക് ഇടാം. അതാ വറവ് ഇട്ടിരിക്കുന്നു. കുറച്ച് കറി ഈ പാനിലോട്ട് ഒഴിച്ചിട്ട് ചേർക്കുക. എന്നാൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതാ കറിയും അതുപോലെ തന്നെ മെഴുക്ക് പുരട്ടിയൊക്കെ റെഡിയായി. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ വറവിടുമ്പോൾ വേണമെങ്കിൽ 1-2 ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തിട്ട് ഈ വറവിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ അത് ചേർത്തിട്ടില്ല. അപ്പോൾ തേങ്ങ അരയ്ക്കാതെ എപ്പോഴെങ്കിലുമൊക്കെ നല്ല സിമ്പിളായിട്ട് ഒരു ചോറും കറിയും മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ റെസിപ്പി ഒന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അറിയാവുന്നവർ ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും, അറിയാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കുറച്ച് മോരോ തൈരോ എന്തെങ്കിലും എടുക്കാം, അതും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഫിഷ് ഫ്രൈ അല്ലെങ്കിൽ ഓംലെറ്റ്, പിന്നെ പപ്പടം, അച്ചാർ ഇതൊക്കെ ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനായിരിക്കും. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തേങ്ങയൊന്നും അരയ്ക്കാതെ പെട്ടെന്നൊരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ ലഞ്ച് മെനു റെഡിയാക്കണമെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിപ്പോൾ സൈഡിൽ കുറച്ച് നെയ്യും കൂടി വിളമ്പുന്നുണ്ട്. നമ്മൾ ഊണ് കഴിക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് നെയ്യ് കൂട്ടി ചോറുണ്ട് കഴിഞ്ഞാൽ വയറിനൊരു സ്നിഗ്ധതയൊക്കെ കിട്ടും, കുറച്ച് നല്ലതാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ കുറേ വിഭവങ്ങളൊക്കെ കൂട്ടിയിട്ട് ലഞ്ചും ഡിന്നറൊക്കെ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ നമുക്കിങ്ങനെ സിമ്പിളായിട്ട് കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു ലഞ്ച് മെനു നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വയറിനും മനസ്സിനും ഒക്കെ സുഖം കിട്ടുന്ന ഈ സിമ്പിൾ ലഞ്ച് മെനു നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പം നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്